ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഡ്രോപ്പ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡുവൽ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LPP എന്താണെന്നും അതിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണെന്നും പഠിച്ചു. ഇനി ഒരു LPPയിൽ നിന്ന് മറ്റൊരു പുതിയ LPP എങ്ങനെ രൂപപ്പെടുത്താമെന്ന് നോക്കാം. അതിനെയാണ് ഡുവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡുവൽ എന്താണെന്ന് നോക്കാം. എവറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP has another related LPP called the dual. The original problem is called the primal. The new problem formed from the primal is called the dual. അതായത് നമുക്കൊരു LPP ഉണ്ടെന്ന് കരുതുക. ആ ഒറിജിനൽ LPPനെ പ്രൈമൽ എന്ന് വിളിക്കുന്നു. ഈ പ്രൈമൽ ഉപയോഗിച്ച് ചില റൂൾസ് പാലിച്ച് മറ്റൊരു പുതിയ LPP തയ്യാറാക്കാം. ആ പുതിയ LPPനെ ഡുവൽ എന്ന് വിളിക്കുന്നു. അതായത് ഒറിജിനൽ പ്രോബ്ലമാണ് പ്രൈമലിൽ നിന്ന് രൂപപ്പെടുന്ന പുതിയ പ്രോബ്ലമാണ് ഡുവൽ. ഒന്നുകൂടെ പറയാം, എന്താണ് ഡുവൽ? ഒറിജിനൽ പ്രോബ്ലമാണ് പ്രൈമലിൽ നിന്ന് രൂപപ്പെടുത്തുന്ന പുതിയ പ്രോബ്ലമാണ് ഡുവൽ. ഇനി നമുക്ക് പ്രൈമലും ഡുവലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. പ്രൈമൽ ഒറിജിനൽ LPP, ഒറിജിനൽ പ്രോബ്ലമാണ് പ്രൈമൽ. ഡുവൽ ന്യൂ LPP ഫോർമഡ് ഫ്രം പ്രൈമലിൽ നിന്ന് രൂപപ്പെടുത്തുന്ന പുതിയ പ്രോബ്ലമാണ് ഡുവൽ. പ്രൈമൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡുവൽ മിനിമൈസേഷൻ ആയിരിക്കും. പ്രൈമൽ മിനിമൈസേഷൻ ആണെങ്കിൽ ഡുവൽ മാക്സിമൈസേഷൻ ആയിരിക്കും. അതായത് മാക്സിമവും മിനിമവും പരസ്പരം മാറും. ഇനി നമുക്ക് ഡുവൽ ഫോർമുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് നോക്കാം. ഫസ്റ്റ് റൂള്, മാക്സിമൈസ് എന്താവും? മിനിമൈസ് ആവും. മിനിമൈസ് എന്താവും? മാക്സിമൈസ് ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. അടുത്ത റൂള്, പ്രൈമറിലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എന്തിന് ഈക്വൽ ആവും? ഡുവലിലെ നമ്പർ ഓഫ് ഡുവൽ വേരിയബിൾസിന് ഈക്വൽ ആവും. അതുപോലെ പ്രൈമറിലെ നമ്പർ ഓഫ് വേരിയബിൾസ് ഡുവലിലെ നമ്പർ ഓഫ് ഡുവൽ കൺസ്ട്രെയിൻസിന് ഈക്വൽ ആവും. ലാസ്റ്റ് റൂള്, റോസ് എന്താവും? കോളംസ് ആയി മാറും. കോളംസ് റോസ് ആയി മാറും. ഇതിനെ ട്രാൻസ്പോസ് എന്ന് പറയുന്നു. സോ ഇങ്ങനെ എക്സാമ്പിൾ നോക്കാം. പ്രൈമലിൻ്റെ മാക്സിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 2x2 സബ്ജക്റ്റഡ് ടു x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ മാക്സിമൈസ് ആണ്. രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെ വേരിയബിൾസ്? x1 x2. സോ ഇനി ഇതിനെ ഡുവലാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമൈസ് എന്താവും? ഡുവലാക്കുമ്പോൾ മിനിമൈസ് ആവും. ഇവിടുത്തെ ഈ കൺസ്ട്രെയിൻസ് എവിടെ പോവും? ഒബ്ജക്റ്റീവ് ഫങ്ഷനിൽ അവിടെ കൊടുക്കും. അപ്പോൾ നമ്മൾ സെഡിന് പകരം W ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്താവും? 4y1 പ്ലസ് 5y2 സബ്ജക്റ്റഡ് ടു കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇവിടെ 3ഉം 2ഉം കൺസ്ട്രെയിൻസ് ആവും. x1 x2 ഗ്രേറ്റർ ദാൻ 0 അതുപോലെ തന്നെ. സോ കൺസ്ട്രെയിൻസ് എന്താണെന്നും ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സോ അത് കാണാത്തവർ അത് കാണാം. ഇനി നമുക്കിതിൻ്റെ ഡ്യുവൽ നോക്കാം. മാക്സിമൈസ് ഉള്ളത് മിനിമൈസായി മാറും. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്താ? W ഈക്വൽ ടു 4y1 പ്ലസ് 5y2 സബ്ജക്റ്റഡ് ടു ഇവിടെ 4ഉം 5ഉം കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ടായിരുന്ന വാല്യൂസാണ്. സബ്ജക്റ്റഡ് ടു y1 പ്ലസ് 2y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 y1 പ്ലസ് y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 y1 y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇതാണ് ഈ പ്രൈമലിൻ്റെ ഡുവൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.